ഹലോ, നിങ്ങൾക്കെല്ലാവർക്കും ഷൈനി സേവിയർ യൂട്യൂബ് പേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കാൻ പോകുന്നത് ഒരു ബീൻസ് മെഴുക്ക് വരട്ടിയാണ്. എനിക്കറിയാം നിങ്ങൾക്ക് ഇതൊക്കെ അറിയാമെന്ന് എനിക്കറിയാം. എങ്കിലും പാചകത്തിലൊക്കെ തുടക്കക്കാർക്ക് വേണ്ടി, പരീക്ഷിക്കുന്നവർക്ക് വേണ്ടിയൊക്കെ ഉണ്ടല്ലോ, കൊച്ചുകുട്ടികളൊക്കെ ഒറ്റയ്ക്ക് താമസിക്കുന്നവർക്ക് വേണ്ടിയിട്ട്, അവർക്ക് വേണ്ടിയിട്ട് ഞാൻ വിശദമായിട്ട് ഒന്ന് കാണിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. ഇത് നല്ലൊരു ബീൻസ് മെഴുക്ക് വരട്ടിയാണ് കേട്ടോ. ഈ രീതിയിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ആ പാനിലോട്ട് ഇപ്പോൾ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് മീഡിയം വലിപ്പത്തിലുള്ള 2 സവാളയുള്ളി സാധാരണ ഒരു വലിപ്പത്തിൽ കനം കുറച്ച് അരിഞ്ഞിട്ട് അതിലേക്ക് ഒരു 2 പച്ചമുളക് നടുവേ കീറി അങ്ങ് വിട്ടുപോയിട്ടില്ല, പകുതി വരെ ഒന്ന് വിടിയിച്ച് വിട്ടിട്ടേ ഉള്ളൂ. പിന്നെ ഒരു 3-4 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നമ്മളൊന്ന് വഴറ്റുകയാണ് കേട്ടോ. ആ ഉള്ളി വഴറ്റാൻ ആവശ്യമായിട്ടുള്ള ഒരു 1/2 ടീസ്പൂൺ ലെവലായിട്ട് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ചെറുതായിട്ടൊന്ന് വഴന്നാൽ പോരാ, നല്ലോണം ഒന്ന് ഒതുങ്ങിയിട്ട് ആ ഉള്ളിയുടെ സൈഡൊക്കെ ഒരു ചെറുതായിട്ട് ബ്രൗൺ കളറായി വരുമ്പോഴാണ് ശരിക്കും മെഴുക്ക് വരട്ടിക്ക് കുറേ കൂടി ഒരു ടേസ്റ്റ് വരുന്നത് കേട്ടോ. അല്ല, നിങ്ങൾക്ക് സമയമില്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ സാധാരണ പോലെ നന്നായിട്ടൊന്ന് വഴറ്റി കഴിഞ്ഞിട്ട് അതിൻ്റെ കൂട്ടത്തിൽ ബീൻസ് ചേർത്താലും മതി. ബീൻസ് എന്നല്ല, ഏത് പച്ചക്കറിയാണെന്നുണ്ടെന്നുണ്ടെങ്കിലും. ഞാൻ സമയമുള്ളതനുസരിച്ചിരിക്കും എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത്. ഇനിയിപ്പോൾ അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ ചേർക്കാനുണ്ട് കേട്ടോ. ഇപ്പം ഞാൻ ചേർത്തിരിക്കുന്നത് 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയുമാണ്. കുരുമുളക് പൊടിയുടെ ടേസ്റ്റ് നിങ്ങൾക്ക് കുറച്ചുകൂടി ഇഷ്ടമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ചില്ലി ഫ്ലേക്സ് ഒഴിവാക്കിയിട്ട് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടി തന്നെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ചേർക്കാവുന്നതേ ഉള്ളൂ. അല്ല, ചില്ലി ഫ്ലേക്സ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ചേർക്കാവുന്നതേ ഉള്ളൂ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലാണ്. ചിലപ്പോൾ ഇങ്ങനെ ഉള്ളിയൊന്നും വഴറ്റാതെ തന്നെ ഇതെല്ലാം കൂടെ ഒന്നിച്ച് ബീൻസ് അരിഞ്ഞതും ഉള്ളിയും പച്ചമുളകും ഈ പൊടികളും എല്ലാം കൂടി ഇട്ട് ഞാൻ ഒരുമിച്ച് അങ്ങ് കുക്ക് ചെയ്യാറുണ്ട് കേട്ടോ. ആദ്യം ഇങ്ങനെ ഉള്ളി വഴറ്റാതെ തന്നെ. ഈ ഭാഗത്ത് പതിവ് പോലെ കുറച്ച് നേരം ഒന്ന് ക്യാമറ ബ്ലേർഡ് ആയിപ്പോയിട്ടുണ്ട്, സോറി കേട്ടോ. നമ്മൾ നേരത്തെ ഉള്ളി വഴറ്റാൻ ആവശ്യമായിട്ടുള്ള ഉപ്പ് കുറച്ച് ഇട്ട് കൊടുത്തായിരുന്നു. ഇപ്പം ഞാൻ ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നടുക്കോട്ട് ഇതെല്ലാം കൂടി ഒന്ന് കൂട്ടി വെച്ച് 2-3 പ്രാവശ്യം നല്ല മുറുക്കമുള്ള ഒരു അടപ്പ് കൊണ്ട് അടച്ച് ഒന്ന് കുക്ക് ചെയ്യണം. ഇച്ചിരി പോലും വെള്ളം ഒഴിക്കരുത് കേട്ടോ. വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് കുറയും. ആ ആവി തന്നെ ഇരുന്ന് കുക്ക് ചെയ്യാനുള്ളതേ ഉള്ളൂ. പക്ഷേ നിങ്ങൾ ഹൈ ഫ്ലെയിമിൽ വെക്കരുതെന്നുള്ളതേ ഉള്ളൂ. മീഡിയം ഫ്ലെയിമിൽ വേണം വെക്കാനായിട്ട്. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ലോ ഫ്ലെയിമിലും ആക്കി കൊടുക്കണം. ഇപ്പോൾ ഇതേ ഒരു പ്രാവശ്യം മൂടി വെച്ച് എടുത്തു. പിന്നെയും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെയും അതുപോലെ നടുക്കോട്ടൊന്നാക്കിയിട്ട് മൂടി വയ്ക്കുക. അതുപോലെ ഒരു 2-3 പ്രാവശ്യം വെച്ച് കഴിയുമ്പോഴേക്ക് ഇച്ചിരി പോലും അടിക്ക് പിടിക്കാതെ, വെള്ളം ഒഴിക്കാതെ തന്നെ അടിക്ക് പിടിക്കാതെ നമുക്ക് നല്ല ഒന്നാന്തരം ടേസ്റ്റായിട്ട് മെഴുക്ക് വരട്ടി കിട്ടുമേ. അപ്പോഴേക്ക് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. എൻ്റെ ഈ ചാനലും എൻ്റെ ഈ റെസിപ്പിയൊക്കെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ, അവരോടാണ് ഞാൻ പറയുന്നത്. എൻ്റെ ചാനലിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള റെസിപ്പികളുണ്ട്. അതൊക്കെ പ്രയോജനം ചെയ്യാതിരിക്കത്തില്ല കേട്ടോ. അപ്പോൾ സമയം കിട്ടുമ്പോൾ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ സമയം കിട്ടുമ്പോഴോ എൻ്റെ ചാനലിലൊന്ന് പോയി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. നമ്മൾ മെഴുക്ക് വരട്ടിയിലെ വെള്ളമൊന്നും ഒഴിച്ച് കൊടുത്തില്ലെങ്കിൽ പോലും ആവി വെള്ളം വീണിട്ട് കുറച്ച് ഈർപ്പമുണ്ടാവും ഉറപ്പായിട്ടും. അപ്പോൾ അത് നിങ്ങൾക്ക് ഒന്ന് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം ആ അടപ്പ് മാറ്റി കഴിഞ്ഞിട്ട് ഇച്ചിരി ഹൈ ഫ്ലെയിമിലിട്ടിട്ട് കുറച്ച് നേരം ഒന്ന് ഉലർത്തിയെടുത്താൽ മതി. അപ്പോൾ നല്ലോണം അങ്ങ് ഡ്രൈ ആയിക്കോളും. ഇനിയിപ്പോൾ 25 നോമ്പൊക്കെ തുടങ്ങുകയല്ലേ, അപ്പം നമുക്ക് പച്ചക്കറി കൂട്ടാനൊക്കെ കുറച്ചധികം വേണം. അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള പല പല കറികൾ ഞാൻ ഇടയ്ക്കിടയ്ക്കെങ്കിലും ഇടാൻ ശ്രമിക്കാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് ക്രിസ്മസിൻ്റെ ദിവസങ്ങളിൽ നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന കുറച്ച് വിഭവങ്ങളും ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ വീട്ടിലെ ക്രിസ്മസ് ഡെക്കറേഷൻ്റെത് അതൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾ മറക്കാതെ അതൊക്കെ കാണണേ. പിന്നെ ഈ ബീൻസ് മെഴുക്ക് വരട്ടി ഇതേ രീതിയിലൊന്ന് ട്രൈ ചെയ്യാനും മറക്കല്ലേ കേട്ടോ. അപ്പോൾ കൂടുതൽ നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ കാണാം. താങ്ക്